ഇതിന്റെ ഡിസ്ക്ലെയിമേഴ്സും പ്രിക്വേഷൻസും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്, ചെയ്യാൻ പാടുള്ളത്, എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെയുള്ളവർ, ആ കാറ്റഗറിയിൽ പെടുന്നവർ മാത്രം ഇത് ചെയ്യുക. ഞാൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു പീരീഡിൽ മാത്രം ചെയ്യുക, അതിൽ കൂടുതൽ ചെയ്യാതിരിക്കുക. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നാളെ നമ്മൾ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ഡയറ്റ് പ്ലാനിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അപ്പോൾ ഒരു 5 days നിങ്ങൾ ഈ ഒരു ഡീറ്റോക്സ് ചാലഞ്ചിൽ ഫോളോ ചെയ്യാനായിട്ടുള്ള ഡയറ്റ് പ്ലാനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ കൂടെ തന്നെ വർക്ക്ഔട്ടിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അത് ആദ്യം പറഞ്ഞുകൊണ്ട് അതിനുശേഷം നമുക്ക് ഡയറ്റിലോട്ട് പോകാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ ഒരു ഡീറ്റോക്സ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കലോറി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഗ്രൂപ്പ് ഒക്കെ എലിമിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡയറ്റ് ആണ്. അപ്പോൾ അതായത് ചിലർക്കൊക്കെ ആണെങ്കിൽ ഒരു ഇഷ്യൂ ഇല്ലാതെ 5 days കടന്നു പോകും. ചിലർക്കാണെങ്കിൽ നമുക്ക് തുടക്കത്തിലുള്ള 2 ദിവസങ്ങളിൽ തലവേദന വരാനും ക്ഷീണം തോന്നാനും കുറച്ച് എനർജി ലെവല് കുറയുന്നതായിട്ടൊക്കെ തോന്നാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ആ സമയത്ത് നിങ്ങളുടെ അടുത്ത് ഞാൻ വർക്ക്ഔട്ടും കൂടി ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അത് പോസിബിൾ ആയിരിക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലിമിറ്റേഷൻ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളുടെ ബോഡി ഏത് രീതിയിലായിരിക്കും റെസ്പോണ്ട് ചെയ്യാൻ. നിങ്ങൾക്ക് ഇതിനോടകം ഡയറ്റ് ഒക്കെ ചെയ്ത് പരിചയമുള്ള ആളുകൾക്കാണെങ്കിൽ അറിയായിരിക്കും. കംപ്ലീറ്റ്ലി ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ എന്തായാലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു ഡയറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഒരു ഹെൽത്തി ഡയറ്റ് ആയിട്ട് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ പോലും എന്തായാലും ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയൊന്നും നിങ്ങളുടെ ബോഡി നിങ്ങൾ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ കപ്പാസിറ്റി നിങ്ങൾ തന്നെ അനലൈസ് ചെയ്തതിന് ശേഷം വേണം വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ വർക്ക്ഔട്ട് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഇപ്പൊ നിങ്ങളുടെ ഒരു ലിമിറ്റേഷൻ അനുസരിച്ച് നിങ്ങളുടെ വർക്ക്ഔട്ടിന്റെ ഇന്റൻസിറ്റി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പൊ ഒരു 7 days ചാലഞ്ചിന് വേണ്ടി ഞാൻ പോസ്റ്റ് ചെയ്ത ഒരു വർക്ക്ഔട്ട് ഉണ്ടായിരുന്നല്ലോ, അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഒരൊറ്റ സെറ്റ് മാത്രം ചെയ്താൽ മതിയാവും. അപ്പോൾ അത് വെയിറ്റ് ഒക്കെ വെച്ചിട്ടുള്ള വർക്ക്ഔട്ടാണ്. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ ആ ഒരു ഇന്റൻസിറ്റിയിൽ ചെയ്യേണ്ട, അതായത് വെയിറ്റ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 5000 സ്റ്റെപ്സ് വാക്കിങ്ങോ അല്ലെങ്കിൽ ഒരു 3000 സ്റ്റെപ്സ് വാക്കിങ്ങോ ഒക്കെ ചെയ്താൽ മതിയാവും. നിങ്ങളുടെ കണ്ടീഷൻ പോലെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഒരുപാട് ക്ഷീണം തോന്നുകയാണെങ്കിൽ ഈവൻ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി വർക്ക്ഔട്ട് സ്കിപ്പ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് കുറച്ചൊരു എനർജി ലെവലൊക്കെ ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ വാക്കിംഗ് വർക്ക്ഔട്ടുകൾ ചൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ 7 days ഞാൻ ആ ഷെയർ ചെയ്തിട്ടുള്ള വർക്ക്ഔട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതാണ് പിന്നെ വർക്ക്ഔട്ടിന്റെ കാര്യം പറയാനുള്ളത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ അതിന്റെ ബെനിഫിറ്റും അതുപോലെ തന്നെ ആരൊക്കെ ചെയ്യാൻ പാടില്ല അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാതെയാണ് നിങ്ങൾ ഈ ഒരു പ്ലാൻ ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തായാലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പൊ ആ ഡൗട്ട് നിങ്ങൾ അതിന്റെ ക്വസ്റ്റ്യൻസ്, അതിന്റെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ കമന്റ്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനത് കണ്ടൊന്നും വരില്ല, ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങളുടെ പ്ലാന് വീണ്ടും ഡിലേ ആയി പോകും, നിങ്ങൾക്ക് അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഫസ്റ്റ് വീഡിയോ കണ്ട് നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഓക്കെ ആണോ എന്ന് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ഡീറ്റോക്സ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഞാൻ വിട്ടുപോയെന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ, വിട്ടുപോയിട്ടില്ല, നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ സ്റ്റിൽ ഞാൻ പറയാണ്, നമ്മൾ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഷുഗർ. നമ്മൾ ഈ ഒരു 5 days ഷുഗർ കംപ്ലീറ്റ്ലി കട്ട് ഡൗൺ ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഒട്ടും ഷുഗർ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുഗറിന്റെ ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള സ്റ്റീവിയ അല്ലെങ്കിൽ ഷുഗർ ഫ്രീ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്തായാലും സ്കിപ്പ് ചെയ്യാൻ പറ്റും, ഒരു 5 ദിവസത്തെ കാര്യമല്ലേ, നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് തോന്നുന്നവർക്ക് കംപ്ലീറ്റ്ലി ഷുഗർ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ പ്രോസസ്ഡ് ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ഓവർ ഫാറ്റി ആയിട്ടുള്ള, അതായത് നമ്മൾ കൂടുതൽ എണ്ണയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിച്ചിട്ടുള്ള ആഹാര സാധനം, അതിപ്പോൾ നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുകയാണെങ്കിലും പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുന്നതാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ടുള്ള ഫാറ്റി ഫുഡുകൾ ഈ ഒരു സമയത്ത് അവോയ്ഡ് ചെയ്യണം. പ്രോസസ്ഡ് ഫുഡ്, ജങ്ക് ഫുഡ്, കൂടുതൽ സോൾട്ടി ആയിട്ടുള്ള ആഹാരങ്ങൾ, കൂടുതൽ ഷുഗറി ആയിട്ടുള്ള ആഹാരങ്ങൾ, കൂടുതൽ ഷുഗറി അല്ല, കംപ്ലീറ്റ്ലി ഷുഗർ കട്ട് ഡൗൺ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഫുഡൊക്കെ കഴിക്കുമ്പോൾ എക്സ്ട്രാ സോൾട്ട് ആഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി ഈ ഒരു സമയത്ത് അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ ഷുഗറി ഡ്രിങ്ക്സ്, ഈ കോള, പെപ്സി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുടിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ സമയമല്ല ഈ ഒരു 5 days. പിന്നെ കൂടുതൽ കഫിനേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്, അതായത് ഈ കോഫി അടക്കമുള്ള ഡ്രിങ്കുകളും നമ്മൾ ഈ ഒരു സമയത്ത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാനോ ലിമിറ്റ് ചെയ്യാനോ ആയിട്ട് ശ്രമിക്കണം. അപ്പൊ ഇത്രയും കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഡീറ്റോക്സ് മെക്കാനിസത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഒരു 5 days നമ്മുടെ ബോഡീനെ റീസെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് ശ്രമിക്കുകയാണ്. അപ്പൊ ആ ഒരു ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം അറ്റ്ലീസ്റ്റ് ഈ ഒരു 5 days എങ്കിലും പ്രോപ്പർ ആയിട്ട് 100% അതിന് ഡെഡിക്കേഷൻ കൊടുത്ത് സത്യസന്ധതയോടെ വേണം ചെയ്യാനായിട്ട്. എന്നാലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. മാക്സിമം ഒരു 3 kgs വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റാവുന്ന ഒരു ചാലഞ്ചാണ് ഡീറ്റോക്സ് പ്ലാന്. അതിന്റെ ബെനിഫിറ്റും ഒക്കെ ഞാൻ പറഞ്ഞു തന്നു. അതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് വെയിറ്റ് ലോസും കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാൻ കൂടിയാണിത്. അപ്പൊ അതിന്റെ മാക്സിമം റിസൾട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ റൂളുകളൊന്നും തെറ്റിക്കാതെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ മനസ്സിലാക്കേണ്ടത് ഒരു മാസത്തെ ഒന്നും പ്ലാനല്ല, ഒരു 5 ദിവസത്തെ പ്ലാനാണ്. അപ്പൊ ആ 5 ദിവസമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഇതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബാക്കിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ 5 ദിവസമെങ്കിലും നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മുടെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു ഡയറ്റിലാണെങ്കിൽ തന്നെ നമ്മൾ അതായത് ഒരു സമയത്തുള്ള ഫുഡും നമ്മൾ സ്കിപ്പ് ചെയ്യുന്നില്ല. അതായത് നമ്മൾ മോർണിംഗ് ഡ്രിങ്ക്
ഡ്രിങ്ക് മുതൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഡ്രിങ്ക് വരെ നമുക്ക് ഉണ്ട്. അപ്പൊ അതൊക്കെ എല്ലാം അതേപോലെ തന്നെ നിങ്ങൾ കഴിക്കണം. പിന്നെ ചിലരിപ്പം ഈ ഡയറ്റ് ഞാനിപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ പല ഡൗട്ടും വരും, ഇതിന് പകരം അത് കഴിക്കാമോ, അതിന് പകരം ഇത് കഴിക്കാമോ. ഒന്നും പോസിബിൾ അല്ല. കാരണം ഞാൻ നിങ്ങൾക്ക് ഓരോ 2-3 ഓപ്ഷൻസ് ഓരോ സമയത്തും തരുന്നുണ്ട്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ തന്നെ 2-3 ഓപ്ഷൻസ് തരുന്നുണ്ട്. ആ ഓപ്ഷൻസിൽ നിന്ന് തന്നെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിക്കാനായിട്ട് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള, അധികം ഫാൻസി ഐറ്റംസ് ഒന്നും പെടാത്തൊരു ഡയറ്റ് പ്ലാൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഡയറ്റിലോട്ട് പോവാം. ആദ്യം തന്നെ മോർണിംഗ് ഡ്രിങ്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്നുകിൽ നിങ്ങൾക്ക് ജീര വാട്ടർ കുടിക്കാം, അതല്ലെങ്കിൽ സിനമൺ വാട്ടർ കുടിക്കാം, അതല്ലെങ്കിൽ കുക്കുംബർ പ്ലസ് മിന്റ് ഡീറ്റോക്സ് വാട്ടർ. ഈ കുക്കുംബർ മിന്റ് ഡീറ്റോക്സ് വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് തലേന്ന് രാത്രി നമ്മൾ 1 ലിറ്റർ നമ്മൾ കുടിക്കുന്ന ഒരു കുപ്പി വെള്ളം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എത്രയാണോ ഒരു 300 മില്ലി ആണ് കുടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം നിങ്ങൾ കുടിവെള്ളം, അത് നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം എടുത്ത് വെക്കുക. അതിനകത്ത് ഒരു ഹാഫ് കുക്കുംബർ കട്ട് ചെയ്തിടുക, കുറച്ച് മിന്റ് ലീവ്സ് അതിനകത്ത് ഇടുക, എന്നിട്ട് നമ്മൾ അത് മൂടി വെക്കുക. ഓവർനൈറ്റ് നമ്മൾ ഇത് കീപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പിറ്റേന്നാകുമ്പോഴേക്കും കുക്കുംബർ മിന്റ് ഒക്കെ നല്ല രീതിയിൽ ഈ ഒരു വാട്ടറിൽ ഇൻഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു വാട്ടറാണ് നിങ്ങൾ പിറ്റേന്ന് രാവിലെ വെറും വയറ്റിൽ എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കേണ്ടത്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനിൽ ഒന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ഓട്സ് പോറിഡ്ജ് അല്ലെങ്കിൽ ഓവർനൈറ്റ് ഓട്സ് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റാഗി പോറിഡ്ജ് കഴിക്കാം, അതല്ലെങ്കിൽ ചിയാ പുഡിങ്ങിന്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തതാണ്. അപ്പൊ കഴിയുന്നതും ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന റെസിപ്പീസ് ഒക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ലിങ്ക് നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. അതല്ലെങ്കിൽ 1 ബോയിൽഡ് ബനാന പ്ലസ് 2 ബോയിൽഡ് എഗ് നിങ്ങൾക്ക് കഴിക്കാം. അതിന്റെ കൂടെ മിക്സഡ് നട്ട്സ്, ഞാൻ നട്ട്സ് വാങ്ങി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൽമണ്ട്സ് അല്ലെങ്കിൽ കാഷ്യൂസ്, വാൾനട്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് എടുക്കാം. അത് ഒരു 10 എണ്ണം വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു 1 ബോയിൽഡ് ബനാന, 2 ബോയിൽഡ് എഗ്, അതിന്റെ കൂടെ മിക്സഡ് നട്ടായിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് മിഡ് മോർണിംഗ് സ്നാക്കിലോട്ട് പോകാം. അപ്പോൾ മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് കരിക്ക് മേടിച്ച് വെക്കാൻ പറ്റുകയാണെങ്കിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് കരിക്ക് അല്ലെങ്കിൽ കോക്കനട്ട് വാട്ടർ നിങ്ങൾക്ക് 1 ഗ്ലാസ് കുടിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ബട്ടർ മിൽക്ക് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. എനിക്ക് ബട്ടർ മിൽക്ക് ഞാൻ ഗ്രോസറി ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ ബട്ടർ മിൽക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതായത് നമ്മൾ സംഭാരമൊക്കെ ഉണ്ടാക്കി കുടിക്കില്ല, പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടാണ്. അപ്പോൾ നിങ്ങൾ ബട്ടർ മിൽക്ക് കുടിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ബോഡിക്ക് നല്ലൊരു റിഫ്രഷിംഗ് ആയിരിക്കും. ഡൈജഷനൊക്കെ സ്മൂത്ത് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ബട്ടർ മിൽക്ക് ഉണ്ടെങ്കിൽ അത് 1 ഗ്ലാസ് നിങ്ങൾക്ക് കുടിക്കാം. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞിരുന്ന ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതായത് ആപ്പിൾ, റോബസ്റ്റ, ഓറഞ്ച്, ഈ ഒരു ഫ്രൂട്ടിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്, ഒരു ഫുൾ ഫ്രൂട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇനി ലഞ്ച് ഓപ്ഷൻസ് ആണ്. ലഞ്ചിന് നമുക്ക് ബോയിൽഡ് പൾസസ്, അതായത് ഞാൻ ചെറുപയർ, കടല ഇതൊക്കെ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു പൾസ് നമുക്ക് ബോയിൽ ചെയ്തിട്ട് കഴിക്കാം. അതിന്റെ കൂടെ നമുക്ക് വെജിറ്റബിൾ സാലഡ്, ക്യാരറ്റ്, കുക്കുംബർ, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സാലഡ് ഉണ്ടാക്കി നിങ്ങൾക്ക് കഴിക്കാം. എന്തായാലും ഈ ഒരു പൾസ് ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രോട്ടീൻ നമ്മൾ മിസ് ഔട്ട് ചെയ്യാൻ പാടില്ല. അതല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ബോയിൽഡ് എഗ് കഴിക്കാം. അതിന്റെ കൂടെ നമുക്ക് കുക്ക്ഡ് വെജിറ്റബിൾസ് കഴിക്കാം. അതായത് വെജിറ്റബിൾസ് ബോയിൽ ചെയ്തിട്ട്, ചിലർക്ക് ഈ റോ ആയിട്ട് സാലഡ് കഴിക്കുന്ന ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ വെജിറ്റബിൾസ് കുക്ക് ചെയ്തിട്ട് കഴിക്കാം. അതൊരു 1 ബൗൾ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഈ ലഞ്ച് ഓപ്ഷൻസ് ഒക്കെ തന്നെ ഓരോ ബൗൾ വെച്ചിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. ഇനി അതല്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്പ്രൗട്ട് വെജിറ്റബിൾ സാലഡാണ്. സ്പ്രൗട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെറുപയർ മുളപ്പിച്ചതാവാം, കടല മുളപ്പിച്ചതാവാം, വൻപയർ മുളപ്പിച്ചതാവാം. അപ്പൊ ഏതെങ്കിലും ഒരു സ്പ്രൗട്ടിന്റെ കൂടെ വെജിറ്റബിൾ സാലഡ് മിക്സ് ചെയ്തിട്ടുള്ള, അതും എനിക്ക് തോന്നുന്നു ഞാൻ ചെറുപയർ സാലഡിന്റെ ഒക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും. അപ്പൊ അതുപോലെ സാലഡ് ആക്കിയിട്ട് നിങ്ങൾക്ക് കഴിക്കാം. ഇനി ഇതുമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് കിനുവ അല്ലെങ്കിൽ ബ്രോക്കൺ വീറ്റ് മേടിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉപ്മാവ്, വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഇതിന്റെ ഏതെങ്കിലും ഒരു ഉപ്മാവ്, ഒന്നെങ്കിൽ കിനോ ഉപ്മാവ് അല്ലെങ്കിൽ എന്താ പറയാ ബ്രോക്കൺ വീറ്റിന്റെ ഉപ്മാവ് നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാം. അതും ഒരു 1 ബൗൾ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇനി ഈവനിങ് സ്നാക്കിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ സോക്ഡ് ആൽമണ്ട്സ്, ഒരു 5 to 10 സോക്ഡ് ആൽമണ്ട്സ് നമുക്ക് കഴിക്കാം. അതിന് നമ്മൾ എന്താ പറയുക, രാവിലെ സോക്ക് ചെയ്ത് വെച്ചാലും മതി, അല്ലെങ്കിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ആ രീതിയിൽ ഒരു 5 മുതൽ 10 വരെ ആൽമണ്ട്സ് നമുക്ക് കഴിക്കാം. അതല്ലെങ്കിൽ ഒരു 5 വാൾനട്ട്സ് അല്ലെങ്കിൽ 5 കാഷ്യൂസ് നിങ്ങൾക്ക് കഴിക്കാം. ഇതിന്റെ കൂടെ നിങ്ങൾക്ക്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ കൂടെ ഒക്കെ നിങ്ങൾക്ക് ഒന്നുകിൽ ഗ്രീൻ ടീ അല്ലെങ്കിൽ ബ്ലാക്ക് ടീ അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി കുടിക്കാം. കോഫി ഇൻടേക്ക് കഴിയുന്നതും ഒന്ന് കുറയ്ക്കാൻ വേണ്ടി നോക്കാം. നമ്മൾ കഫിനേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ ഈ ഒരു സമയത്ത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ ടീ ഓർ ഗ്രീൻ ടീ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അപ്പൊ ഗ്രീൻ ടീ കുടിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഇനി ഡിന്നറിലോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് സൂപ്പുകൾ കുടിക്കാം. അതായത് മിക്സഡ് വെജിറ്റബിൾ സൂപ്പുകൾ നമുക്ക് കുടിക്കാം. അതായത് കുറച്ചും കൂടെ ലിക്വിഡ് ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസ് കഴിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഒന്നുകിൽ വെജിറ്റബിൾ സൂപ്പ് അല്ലെങ്കിൽ ചിക്കൻ സൂപ്പ് അല്ലെങ്കിൽ ദാലിന്റെ സൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഒരു 1 ബൗൾ സൂപ്പ് തന്നെ നിങ്ങൾക്ക് കഴിക്കാം. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഓട്സ് ബനാന അല്ലെങ്കിൽ ഓട്സ് ആപ്പിൾ സ്മൂത്തി കഴിക്കാം. അതല്ലെങ്കിൽ റാഗി ആപ്പിൾ അല്ലെങ്കിൽ റാഗി ബനാന സ്മൂത്തി നിങ്ങൾക്ക് കഴിക്കാം. റാഗി ബനാന സ്മൂത്തിയും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഉച്ചയ്ക്കുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു കുക്ക്ഡ് വെജിറ്റബിൾസ്. അങ്ങനെ വെജിറ്റബിൾസ് കുക്ക് ചെയ്തിട്ട് നമുക്കൊരു 1 ബൗൾ കഴിക്കാം. അതിന്റെ കൂടെ 2 ബോയിൽഡ് എഗ് വൈറ്റും കൂടെ നിങ്ങൾ കഴിക്കാൻ വേണ്ടി നോക്കുക.
അതല്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്യാരറ്റ് കുക്കുംബർ സാലഡ് കഴിക്കാവുന്നതാണ്. അതൊരു 1 ബൗൾ കഴിക്കാം. അതിന്റെ കൂടെ ബോയിൽഡ് എഗ് വൈറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. അതൊരു 2 എണ്ണം വെച്ച് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ ഇത്രയാണ് ഡിന്നറിന്റെ ഓപ്ഷൻസ് ഉള്ളത്. ഇനി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന്റെ ഒരു 30 അതിനുശേഷം നിങ്ങൾക്ക് വാട്ടർ ഒക്കെ കുടിക്കാം. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഫോളോ ചെയ്യാം. ഒരു 6 PM മുന്നേ ആയിട്ട്, ഒരു 7 PM മുന്നേ ആയിട്ട് നിങ്ങളുടെ ഡിന്നർ ഫിനിഷ് ചെയ്യാൻ നോക്കുക. എന്തൊക്കെയായാലും IF ഫോളോ ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിലും ഒരു 7 PM മുന്നേ ആയിട്ട് നിങ്ങളുടെ ഡിന്നർ ഫിനിഷ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനി നിങ്ങൾ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ പോലും ഈ ഒരു ഡയറ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാം. അങ്ങനെയുള്ളവർ IF ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു ഈറ്റിംഗ് വിൻഡോയിൽ നിങ്ങൾ ആഹാരം എടുത്താൽ മതിയാവും. പക്ഷേ ഈ സെയിം ഐറ്റംസ് തന്നെ നിങ്ങൾ കഴിക്കാൻ വേണ്ടി നോക്കുക. ഇനി ഉറങ്ങുന്നതിന്റെ ഒരു 30 minutes മുന്നേ ആയിട്ട് നിങ്ങൾ ഒരു ഗ്ലാസ് ജീര വാട്ടർ അല്ലെങ്കിൽ ഒരു സിനമൺ ടീ, ഒരു ഗ്ലാസ് സിനമൺ ടീ നിങ്ങൾ കുടിക്കാൻ വേണ്ടി നോക്കുക. അതല്ലെങ്കിൽ നമുക്ക് ലെമൺ ടീ വേണമെങ്കിൽ അങ്ങനെ കുടിക്കാം. ജിഞ്ചർ ടീ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെർബൽ ടീസ് ആണെങ്കിൽ അത് ഉറങ്ങുന്നതിന് മുമ്പ് അത് നിങ്ങൾ കൺസ്യൂം ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഡീറ്റോക്സ് പ്ലാൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്ലാൻ ആണ്. ഒരുപാട് ഗ്രോസറീസ് ഒന്നും വേണ്ടാത്തൊരു പ്ലാനാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്ലാനാണ്. 5 days മാത്രമേ ഫോളോ ചെയ്യേണ്ടൂ. ആ 5 days തന്നെ നിങ്ങൾക്ക് മാക്സിമം റിസൾട്ട് കിട്ടും. നമ്മുടെ ബോഡി റീസെറ്റ് ചെയ്യാനും റീഫ്രഷ് ചെയ്യാനും ഒരുവിധം നമ്മുടെ ബോഡീനെ കംപ്ലീറ്റ്ലി നമുക്കൊന്ന് മാറ്റിയെടുക്കാനായിട്ടുള്ള ഒരു സമയമാണ്. നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ഡീറ്റോക്സ് മെക്കാനിസത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു 5 ദിവസം ഈ ഒരു പ്ലാൻ നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും മാക്സിമം റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. അത് കമന്റ് സെക്ഷനിൽ തന്നെ ഞാൻ കഴിയുന്നത് ആൻസേഴ്സ് തരാൻ വേണ്ടി നോക്കുക. ഇനി കമന്റ് സെക്ഷനിൽ പറഞ്ഞു തരാൻ പറ്റാത്തത്രയും ഒരു വലിയൊരു ആൻസർ ആണെങ്കിൽ ഞാനത് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു 5 days നിങ്ങൾ എല്ലാവരും ഇത് ഫോളോ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടട്ടെ. ഇതിന്റെ ഡിസ്ക്ലെയിമേഴ്സും പ്രിക്വേഷൻസും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്, ചെയ്യാൻ പാടുള്ളത്, എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെയുള്ളവർ, ആ കാറ്റഗറിയിൽ പെടുന്നവർ മാത്രം ഇത് ചെയ്യുക. ഞാൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു പീരീഡിൽ മാത്രം ചെയ്യുക. അതിൽ കൂടുതൽ ചെയ്യാതിരിക്കുക. എന്താണോ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ആ സജസ്റ്റ് ചെയ്ത രീതിയിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും മാക്സിമം റിസൾട്ട് കിട്ടട്ടെ. എല്ലാവർക്കും നല്ലൊരു ഡീറ്റോക്സ് വീക്ക് ആയിരിക്കട്ടെ ഇത്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.